ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും എൻ്റെ സിനിമ കമ്പം ചാനലിലേക്ക് സ്വാഗതം. രാഷ്ട്രീയത്തിൽ സിനിമാ രംഗത്തു നിന്നുള്ള ഒരുപാട് പേർ വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രി വരെ ആയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലില്ലെങ്കിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമെല്ലാം തന്നെ പല സിനിമാ താരങ്ങളും മുഖ്യമന്ത്രി വരെ ആയിട്ടുണ്ട്. NTR-ഉം MGR-ഉം ജയലളിതയും കരുണാനിധിയും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ പൊതുവെ നമ്മുടെ കേരളത്തിൽ സിനിമാ താരങ്ങൾ നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും അഭിപ്രായമൊന്നും പറയാതെ പൊതുവെ മാറി നിൽക്കാറാണ്. കാരണം അവരുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ പൊതുജനം വളരെയധികം ശ്രദ്ധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ധാരാളം വിവാദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടും അത് തങ്ങളുടെ കരിയറിനെ പിന്നീട് ബാധിക്കുമോ എന്ന ഭയമുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം പൊതുവെ സിനിമാ താരങ്ങൾ ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്നും ഇടപെടാറില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായി അതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെ പോലെ മറ്റു വിഭാഗങ്ങളിലുള്ളവരെ പോലെ തന്നെ തങ്ങളുടെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ സിനിമാ താരങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജോയ് മാത്യുവിനെ പോലെയൊക്കെയുള്ള സിനിമാ രംഗത്തുള്ളവർ അവരുടെ നിലപാടിനെയും അവരുടെ പിന്തുണയെല്ലാം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നു വരുന്ന അഭിനേത്രിയായ നിമിഷ സജയന്റെ ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു അഭിപ്രായം ഇപ്പോൾ വീണ്ടും ഇവിടെ സജീവമാവുകയും വിവാദങ്ങൾക്ക് കാരണമാവുകയും സൈബർ ആക്രമണത്തിന് വരെ കാരണമാവുകയും ചെയ്തു. 2019 തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ പറഞ്ഞ ആ വളരെ പ്രശസ്തമായ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട ആ ഡയലോഗുകളാണ് ഇതിന് കാരണം. തൃശ്ശൂർ എനിക്ക് വേണം, നിങ്ങൾ എനിക്ക് തരണം, തൃശ്ശൂർ ഞാൻ എടുക്കുക എന്നുള്ള വളരെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്ന ഒരു പൗരത്വ റാലി നിമിഷ സജയൻ നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ വീണ്ടും അത് കുത്തിപ്പൊക്കി നിമിഷക്കെതിരെ സൈബർ ബുള്ളിങ്ങിന് കാരണമായി തീർന്നത്. ആ പ്രസംഗത്തിൽ വളരെ സരസമായി നിമിഷ പറഞ്ഞു, തൃശ്ശൂർ നമ്മൾ കൊടുത്തില്ല, പിന്നെയാ ഇന്ത്യ ചോദിക്കുന്നത്, നമ്മൾ കൊടുക്കുവോ? ഇത്രയും കാര്യങ്ങളാണ് നിമിഷ പറഞ്ഞത്. അന്ന് അത് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഇന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച ആ പുതിയ സാഹചര്യത്തിൽ ആ വാക്കുകൾ ഇപ്പോൾ വീണ്ടും നമ്മുടെ സൈബർ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ ഒരു സൈബർ ആക്രമണം തന്നെയാണ് നിമിഷക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നിമിഷ പറഞ്ഞത് ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ അതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയ തലവും രണ്ടാമത് വൈകാരിക തലവും. രാഷ്ട്രീയമായി പറഞ്ഞാൽ BJP എന്ന ഇന്ത്യ ഭരിക്കുന്ന കക്ഷി കേരളത്തിൽ ഏത് വിധേനയും ഒരു അക്കൗണ്ട് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സുരേഷ് ഗോപിയെ നിർത്തി മത്സരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമാണ് 2019 അതിലുള്ളത്. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ സുരേഷ് ഗോപി തോറ്റതോടുകൂടി BJPക്ക് നൽകിയ ഒരു രാഷ്ട്രീയ മറുപടിയാണ് നിമിഷയുടെ പരാമർശം. പിന്നെ ഇതിന്റെ വൈകാരിക തലമാണ്. ഇത് വൈകാരികമായി മാറ്റുന്നത് സിനിമാ രംഗത്ത് വളരെ സീനിയറായ സുരേഷ് ഗോപിയെ അതേ ഫീൽഡിലുള്ള ജൂനിയറായ നിമിഷ പരിഹരിച്ചു എന്ന തലത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ്. എന്നാൽ തൃശ്ശൂരിലെ മത്സരം തികച്ചും വ്യക്തിപരവും വൈകാരികവുമായി മാറ്റാൻ ശ്രമിച്ചത് സത്യത്തിൽ സുരേഷ് ഗോപിയാണ്. തൃശ്ശൂർ എനിക്ക് വേണം, നിങ്ങൾ എനിക്ക് തരണം, ഞാനത് എടുക്കുകയാണെന്ന് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ്. തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല, പിന്നെയാണ് ഇന്ത്യ ചോദിക്കുന്നത്, നമ്മൾ കൊടുക്കുമോ എന്നുള്ള ആ ചോദ്യം സത്യത്തിൽ വളരെ കൃത്യമായ BJPക്കുള്ള ഒരു രാഷ്ട്രീയ മറുപടിയാണ്. അതൊരു രാഷ്ട്രീയ മറുപടി ആയതുകൊണ്ടാണ് 4 കൊല്ലം മുമ്പ് നിമിഷ ഇത് പറഞ്ഞപ്പോൾ അന്ന് ഇത് വിവാദമായി മാറുന്നത്. എന്നാൽ ആ രാഷ്ട്രീയ മറുപടിയെ ഇന്ന് വീണ്ടും പുറത്തെടുത്തുകൊണ്ട് തികച്ചും വൈകാരികമാക്കുകയും അത് നിമിഷയ്ക്കെതിരെ ഒരു സൈബർ ആക്രമണമാക്കി മാറ്റുന്നതും തികച്ചും പ്രതിഷേധാർഹമാണ്. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറക്കരുത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ